പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഇവരാണ് ടീം ഓഫ് അക്ക. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഒരു ടീം. നിങ്ങൾ വിചാരിക്കും ഇത് പടത്തിൻ്റെ ഫസ്റ്റ് സീനാണെന്ന്. പക്ഷേ ഇത് ലാസ്റ്റ് സീനാ, അതായത് ക്ലൈമാക്സ്. ഈ സന്തോഷം, ആ ദിവസം. ഇത് സരിനും അഖിലും. ഇവരാണ് പടത്തിലെ വെള്ളംകളി ടീംസ്. എത്തി എത്തി അവനെവിടെ പോയി കിടക്കാണോ? സരിനെ ഒന്നും മുട്ടിയേ. കേറി കേറി. പഠിക്കാനായിരിക്കും. അല്ല, അച്ചാറില്ലേ? നീ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. Start the fire, go crazy. ഇതാണ് ഇവിടെ സ്ഥിരം പരിപാടി. ഒരു കാര്യവുമില്ല, ചുമ്മാ. ഇന്നലത്തെ കമ്മിറ്റിയുടെ വിഷയങ്ങൾ എന്തായി? സഖാവ് രമേശനും സഖാവ് ഷെഫീഖും തമ്മിലുള്ള തർക്കം തീർക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ. ഒരുവിധം പറഞ്ഞു തീർന്നു, പക്ഷേ ചർച്ചയ്ക്ക് വരേണ്ട വിഷയമൊന്നും വന്നിട്ടില്ല. ഇത് സഖാവ് അജ്മലും സഖാവ് റിബിനും, പാർട്ടിയിലെ പ്രധാന പുള്ളികൾ. പാർട്ടി ഓഫീസുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന രക്തസാക്ഷികളായ സഖാക്കളുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചിത്രങ്ങളുടെ കണ്ണുകളിൽ ഇന്ന് തിളക്കവും നെഞ്ചിലെ ഞെരിപ്പോടിൽ അഗ്നിയുമുണ്ട്. അവർക്കർപ്പിച്ച പൂക്കൾക്കിന്ന് ജീവനുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ നടന്നേനെ. നമ്മൾ ചെയ്യുന്നത് നാടിനും നാട്ടാർക്കും ജനങ്ങൾക്കും വേണ്ടിയാണ്. എല്ലാം ശരിയാവും ദിനേശേട്ടാ, പാർട്ടി തിരിച്ചു വരും. പാർട്ടി തിരിച്ചു വരും. പക്ഷെ ചെഗുവേരയുടെ പടം വെച്ചുകൊണ്ടുള്ള ടീഷർട്ട് ധരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിപ്ലവഗാനങ്ങൾ ആലപിച്ചതുകൊണ്ടോ പാർട്ടി തിരിച്ചു വരില്ല. ജനകീയ സമരങ്ങൾ എന്താണെന്ന് ഇന്നത്തെ സഖാക്കൾ മനസ്സിലാക്കിയിട്ടില്ല. പാർട്ടി ഒരു വ്യക്തിനിഷ്ഠമായാൽ ഇനിയൊരു തിരിച്ചുവരവ് നടക്കുമോ ദിനേശേട്ടാ? തീർച്ചയായും നടക്കും. പാർട്ടി തിരിച്ചു വരും. നിങ്ങൾക്കതിനുള്ള കരുത്തുണ്ട്. ഇത് സഖാവ് ദിനേശൻ, ഒരു സമയത്ത് പാർട്ടിക്ക് വേണ്ടി പൊരുതിയ മഹാൻ. അളിയ, ഇന്നത്തോടൊരു സീൻ അവസാനിപ്പിക്കാൻ പോണ്. നീ നോക്കിയിരുന്ന് കണ്ട.
നിക്ക് ഈ സീനിലൊരു മാറ്റമുണ്ട്. ഏതോ പടത്തിൽ ആരോ പറഞ്ഞ പോലെ പ്രണയത്തിനാരംഭം ഇതിൽ നിന്നായിരിക്കും. ഏതിൽ നിന്ന്? കിട്ടി. ആ പറയടാ. മച്ചാനെ, നിന്നെയൊക്കെ എന്നാ പഞ്ഞിക്കിട്ട ഓർമ്മയുണ്ടാ? ഏത് ജിമ്മന്റെ ടീമാ? ആഹാ, അപ്പൊ അവിടെ നിന്നും കിട്ടിയാടി. ഈ കാര്യം പറയടാ. എടാ അതല്ല, അജഡ്ജി നഗറിലെ ടീം അവന്മാരാ സ്പോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പോട്ട് പറയടാ. എന്താണ്ട് ഇവിടെ? അതേ സ്ഥലം, അതേ ടൈം, അതേ സീൻ. പക്ഷെ ക്ലൈമാക്സ് മാത്രം ഞങ്ങൾ മാറ്റി പിടിക്കാൻ പോവാ. വിളമ്പിത്തരാ. മച്ചാനെ, ജയിലനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ കണ്ണൂർ സന്നിധല്ലേ ആമ്പിളിരിക്കുള്ളതാ. അതായിരിക്കും നിന്നെ വിയൂരിട്ടല്ലേ? റാസിക്കേ, ജയിലൊക്കെ ആകുമ്പോ വനിതാ പോലീസൊക്കെ ഉണ്ടാവല്ലേ? എന്റെ പൊന്നു മച്ചാനെ, അതൊന്നും ഓർപ്പിക്കല്ലേ. അപ്പൊ കിട്ടിയല്ലേ? അതെ, വരണിച്ചമ്പനും. ആ മച്ചാനെ, എന്താണ് സഖാവ് ആകെ ഷോക്ക് അടിച്ചിരിക്കണേ? അവന്റെ വീട്ടിലൊരു പേട്ട് മരം വെട്ടി, അപ്പൊ തുടങ്ങിയതാണ്. ഒരു മരം വെട്ടിയാണ് മനുഷ്യ തനി ചത്തിരിക്കണത്. ഒരു കുപ്പി പൊട്ടിച്ച് നിൽക്കാണ്ട് ചെകിട്ടത്തടിയാം. ഒരു മരം വെട്ടിയാൽ എനിക്ക് വിഷമിക്കാൻ പാടില്ലല്ലേ? സഖാവിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നമുക്കൊന്നൊരു വള്ളംകളി നടത്തിയാലോ? കുപ്പി പൊട്ടിക്കാനൊരു കാരണമില്ലാണ്ടിരിക്കുന്നു. നാളെ ഞാൻ മരിച്ചാലും ആ വിഷമം നീയൊക്കെ ഒരു കുപ്പി തീർക്കുമെന്ന് എനിക്കറിയാടാ. സീനാക്കാതെ ബ്രോ, ആർക്കും ഉപകാരമില്ലാത്തൊരു മരം അത് വെട്ടിമാരിയാണ്. നീ എന്തിന് ഇത്ര ടെൻഷൻ അടിക്കണ? ഇതേ കാര്യം തന്നെ ഞാൻ ഇന്നലെ എൻ്റെ അച്ഛനോടും ചോദിച്ച്. അവിടെ നിന്നും കിട്ടി ഉത്തരം, ഉപകാരമില്ല അതുകൊണ്ട് വെട്ടി.
അല്ലെങ്കിൽ ബോധമുള്ളവരൊക്കെ അങ്ങനെ പറയുള്ളൂ. കുടിക്കണ വെള്ളം വരെ പാക്ക് ചെയ്ത് കച്ചവടത്തിനായിരിക്കും കള്ള് കുടിച്ച് കോണ്ടിട്ട് നിനക്കൊക്കെയാ ബോധം. വിട്ടുവഞ്ചേർത്ത് ഡയലോഗ് ഇല്ലെങ്കിൽ പോരട്ടെ, ഒരു പ്ലേറ്റ് പോന്നോട്ടെ പോന്നോട്ടെ. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരും പരിസ്ഥിതി സംരക്ഷകരൊക്കെ ഒരുപാട് കുഴി പിടിച്ചിട്ട് എന്തായി? വല്ലതും നടന്നു ഇവിടെ? തെരുവിൽ വിപ്ലവം നടക്കുമ്പോൾ നമ്മളീ ചിലർ മാംസകഷ്ണം കഴിച്ച് TV-യിൽ ഷോ കാണുകയായിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ബ്രോ. രാഷ്ട്രീയക്കാർക്ക് ഇടത് കൈ കൊണ്ട് സംഭാവന കൊടുക്കും, എന്നിട്ട് അവരങ്ങോട്ട് വിടും. വലത് കൈ കൊണ്ട് നമ്മൾ ഉള്ളക്കോളും മരമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഡാർക്ക് സീനാണ്ട വെച്ചാലിത്. നീയൊക്കെ പറഞ്ഞല്ല ഒരു ഉപകാരമില്ലാത്തതുകൊണ്ട് വെട്ടിമാറ്റിയെന്ന്. ആ മരം കുറച്ച് ജീവവായുവിലും തന്നിരുന്നു. നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? നാളെ നമ്മളൊക്കെ മരിച്ച എന്തെങ്കിലും അടയാളം ബാക്കിയുണ്ടാവും. എനിക്കും തോന്നിയിട്ടുണ്ട് സഖാവേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അളിയ നമുക്കൊരു ബാർ തുടങ്ങിയല്ലേ? അതായിരിക്കുള്ളൂ നല്ലത്. അതാവുമ്പോൾ നമുക്ക് നാട്ടിലിരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകാരമായിരിക്കുള്ളൂ. ബ്രോ അലമ്പാക്കല്ലേ, അവന്റെ മനസ്സിലും തോന്നും. അല്ല എന്നാ പിന്നെ നീ നിന്റെ മനസ്സിലുള്ള നാച്ച പറ, നമുക്ക് ആലോചിക്കാം. ഒരു മരം വെട്ടിയ 10 തൈ നടന്നല്ലേ പറയാറ്? നമുക്ക് ഓരോരുത്തർക്കും ഓരോ തൈ വെച്ചാലോ? ഇതാണ് വലിയ കണ്ട കാര്യം. പോയി വല്ല സ്കൂൾ പിള്ളേർ പറ. ഇതാണ് വലിയ കാര്യം. ഇത് വല്ല ചിലുപ്പിള്ള എവിടെ ഈ പറ മരം നടലി. എന്നിട്ട് നിന്റെ ഒക്കെ സ്കൂൾ കാലത്ത് നീയൊക്കെ എത്ര തൈ നട്ടിട്ടുണ്ട്? ഇതും ഒരു വിപ്ലവമാണ്. കാലം ആവശ്യപ്പെടുന്ന വിപ്ലവം. കാലം ആവശ്യപ്പെടുന്ന കാലം ആവശ്യപ്പെടുന്ന കാലം ആവശ്യപ്പെടുന്ന വിപ്ലവം. സുഹൃത്തിൻ്റെ ആഗ്രഹവും നാടിനൊരു നന്മയും ഞങ്ങളുടെ സൗഹൃദവും, അതാണ് പടം ഓഫ് ദി ഡേ. പക്ഷേ ആ പഴഞ്ചൊല്ലി പട്ടി വാലി കുഴലി നേരായ ചരിത്രമില്ലല്ലോ. തയ്യങ്ങ തൈ, ഇതുകൊണ്ട് ഞാനൊരു പാലം പണിയും. കള്ള കാമുക, നിനക്കിതിനായിരുന്നല്ലേ? ഇനി ഇത് വളർന്ന് വലുതായിട്ട് വേണം വെട്ടി വെക്കാനായിട്ട്. എന്തിനാണ്? വെള്ളടിക്കാൻ. ഇതുമ്മൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ കൂടി നമ്മുടെ ഇരിക്കും. സന്തോഷമല്ലേ സഖാവേ? ഞാൻ ഒരു